എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗുൽമയെ അന്വേഷിച്ച് അവളുടെ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് തന്നെ ഗുൽമയെ കണ്ടെത്തുക എന്നത് വലിയ ഒരു ടാസ്ക് ആണെന്ന് അവൻ മനസ്സിലാക്കി. ആ സമയത്താണ് അവിടെ നടക്കുന്ന ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ അവൻ കാണാനിടയായത്. ഗോക്കു ആണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ച് ഫൈറ്റ് ചെയ്ത് അതിന്റെ സമ്മാനത്തുക അത് മുഴുവനായിട്ട് നേടി. അതിനുശേഷം അവൻ രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ചെന്ന് പെടുകയാണ്. ഗോക്കു ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അവന്റെ അടുത്ത് കളിച്ച കള്ളന്മാർക്ക് ഗോക്കുവിന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ തല്ല് കിട്ടി. പിന്നീട് ഒരു പെൺകുട്ടിയുടെ സഹായത്തോടു കൂടെ ഗോക്കു പോലീസിന്റെ അടുത്തേക്ക് എത്തി അവന്റെ ആവശ്യം അത് പോലീസിനെ അറിയിച്ചു. പോലീസ് ആണെങ്കിൽ ബുൽമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ചെക്ക് ചെയ്ത് ഗോക്കുവിന് കാണിച്ചു കൊടുത്ത് അതിനുശേഷം അവൾ താമസിക്കുന്ന ആ ഒരു ക്യാപ്സ്യൂൾ കമ്പനിയിലേക്ക് തന്നെ അവന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ പോലീസിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, നിങ്ങൾ മാത്രമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എത്രയും വേഗം ബുൽമയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഉച്ചത്തിൽ ബുൽമയെ വിളിക്കാനായിട്ട് തുടങ്ങും. അത് കേട്ട് ആ പോലീസ് ആണെങ്കിൽ ചെവി പൊത്തുകയാണ്. ഓ നോ, നീ എന്തിനാ ഇങ്ങനെ വെറുതെ വിളിച്ചു പോകുന്നേ? നിനക്ക് ആ ഇന്റർകോം അതിന്റെ സഹായത്താൽ ബുൽമയോട് സംസാരിച്ചൂടെയും ചോദിച്ച് പോലീസ് ആണെങ്കിൽ ഇപ്പൊ അതിൽ പ്രസ് ചെയ്ത് ബുൽമയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ഓപ്പോസിറ്റ് ആരോ ആ കോൾ അറ്റൻഡ് ചെയ്യും. പോലീസ് ആണെങ്കിൽ ബുൽമയെക്കുറിച്ച് ചോദിക്കും. അതിന് ഓപ്പോസിറ്റുള്ള ആൾ പറയും സ്കൂൾ കഴിഞ്ഞ് അവൾ വരാനാവുന്നതേ ഉള്ളൂ, സോ അല്പസമയം കഴിയാതെ അവൾ ഇവിടേക്ക് വരില്ല. പോലീസ് ആണെങ്കിൽ ആ കാര്യം ഗോക്കുവിനോട് പറയും. ഗോക്കു ആണെങ്കിൽ ആ ഇന്റർകോമിൽ വെറുതെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പോലീസ് ഗോക്കുവിനെ പിടിച്ചു വലിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബുൽമ, അവൾ വരുന്നത് വരെ ഞാനും നിന്നോടൊപ്പം നിൽക്കാം. കാരണം നീ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയണം. അതിന് ഗോക്കു ഓക്കെ പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ ഗോക്കുവിനാണെങ്കിൽ ബുൽമയുടെ സ്മെല്ല് കിട്ടും. എന്റെ ഫ്രണ്ട് ബുൽമ അവൾ ഇവിടേക്ക് വരുന്നുണ്ട്, അവളുടെ സ്മെല്ല് അതെനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയും. അടുത്ത നിമിഷം ഒരു അടിപൊളി ബൈക്കിൽ സ്റ്റൈലും പാട്ടൊക്കെ വെച്ച് ബുൽമ അവിടേക്ക് കടന്നു വരികയാണ്. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവ കൈയൊക്കെ കാണിച്ച് ബുൽമയെ അടുത്തേക്ക് വിളിക്കും. ബുൽമയ്ക്കും അവനെ കണ്ടതിൽ ഒരുപാട് ആഹ്ലാദം തോന്നും. ഗോക്കു, നീ എങ്ങനെ ഇവിടേക്ക് എത്തി? ഞാൻ ഇവിടെയാണെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു? അതിന് ഗോക്കു പറയും, ഞാനതിന് ഒരല്പം ബുദ്ധിമുട്ടി, പക്ഷെ കുഴപ്പമില്ല, ഈ പോലീസുകാർ അദ്ദേഹം എന്നെ സഹായിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ഗോക്കു ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ റഡാർ അവൾക്ക് നേരെ നീട്ടും. നീ തന്ന ഈ റഡാർ അത് കംപ്ലൈന്റ് ആയി, ഇത് റിപ്പയർ ചെയ്യാനാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. ബുൽമയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഓ നോ, ഇത് നീ കംപ്ലൈന്റ് ആക്കിയോ? ഓക്കെ കുഴപ്പമില്ല, ഞാനത് റെഡിയാക്കി തരാമെന്ന് പറയും. അത് കേട്ട പോലീസ് ഇപ്പോൾ അവളോട് ഒരു സഹായം ചോദിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഈ വണ്ടി അത് പ്രോപ്പറായിട്ട് ഓടുന്നില്ല, അതും കൂടെ ഒന്ന് റിപ്പയർ ചെയ്ത് തരാമോ? അതിനവൾ ഓക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു 3 പേരും അവരുടെ ആ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോകും. അതിൻ്റെ അകത്തേക്ക് വന്ന ഗോക്കുവും ആ പോലീസുകാരനും അവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ചുറ്റും നോക്കുകയാണ്. വലിയൊരു ഗാർഡനും ജംഗിളും റോഡും എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിശാലമായ സ്ഥലം. അവിടെ സൈക്കിൾ ഓടിച്ച് വളരെ സിമ്പിളായി ആനിമൽസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരാളാണ് നമ്മുടെ ബുൽമയുടെ പപ്പ, ദ സയൻറ്റിസ്റ്റ്. ബുൽമയാണെങ്കിൽ അവളുടെ പപ്പയ്ക്ക് ഇപ്പൊ ഗോക്കുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓ, നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ബുൽമ ഒരുപാട് കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്നെ നേരിട്ട് കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല, എനിക്ക് നിന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. അതിനുശേഷം ബുൽമയും ഗോക്കുവും അവർ രണ്ടുപേരും ബുൽമയുടെ ലാബിലേക്ക് വന്ന് ഇപ്പൊ ആ റഡാർ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബുൽമയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ അല്പം കൂടെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഇതിന്റെ ഒരു സർക്യൂട്ട് അത് ലൂസ് ആയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ റെഡിയാക്കി ഓൺ ചെയ്യും. അടുത്ത നിമിഷം ആ റഡാറിൽ 2 ഡ്രാഗൺ ബോൾ കാണും. ആവൂ ഗോക്കു, നീ ഇത്ര പെട്ടെന്ന് 2 ഡ്രാഗൺ ബോൾ കണ്ടെത്തിയോ? അതിന് ഗോക്കു പറയും, അത്ര പെട്ടെന്നൊന്നും ആയിരുന്നില്ല, കുറച്ച് പണിപ്പെട്ടു. എൻ്റെ ഗ്രാൻഡ് ആ 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചത്, പക്ഷെ കിട്ടിയത് മറ്റ് 2 ഡ്രാഗൺ ബോൾസ് ആണ്. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പെണ്ണ് ബുൽമ അവൾക്കും ഗോക്കുവിനോടൊപ്പം ബാക്കി ഡ്രാഗൺ ബോൾസ് കണ്ടെത്താൻ പോകാൻ ഒരാഗ്രഹം തോന്നും. ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല പഴയതുപോലെ നീയുമായിട്ട് കറങ്ങി നടക്കാൻ. ഒരുപാട് പ്രശ്നങ്ങൾ വെറുതെ ക്രിയേറ്റ് ആവും, എൻ്റെ സമയം അത് ഒത്തിരി വേസ്റ്റ് ആവും, സോ ഞാൻ തന്നെ അത് കണ്ടെത്തിക്കോളാം. ബുൽമയാണെങ്കിൽ വീണ്ടും ഇപ്പൊ ഗോക്കുവിനോട് റിക്വസ്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും ഇത്തവണ ഞാൻ നിനക്കൊരു ശല്യം ആവില്ല. മാത്രമല്ല എൻ്റെ കയ്യിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു ഡിവൈസ് ഉണ്ട്, ഇതുപയോഗിച്ച് എനിക്ക് ചെറുതാവാനും വലുതാവാനും കഴിയുമെന്ന് പറഞ്ഞ് അവള് ആ ഒരു ഡിവൈസിൽ ടച്ച് ചെയ്യും. അടുത്ത നിമിഷം അവൾ ചെറുതായി മാറുകയാണ്. ബുൽമ ചെറുതായി മാറിയതറിയാതെ ഇപ്പൊ ബുൽമയുടെ അമ്മ അവരവിടേക്ക് കടന്നു വന്ന് അവൾ ആഞ്ഞു ചവിട്ടും. അതിനുശേഷം ഗോക്കുവിനോട് കാഷ്വലായിട്ട് സംസാരിക്കും. നിന്റെ പേരിലെ ഗോക്കു, ബുൽമ പറഞ്ഞ് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്ന് പറയും. അടുത്ത നിമിഷം ബുൽമ അവൾ ബാക്ക് ടു നോർമലായി വന്ന് അവളുടെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. ഗോക്കു ആണെങ്കിൽ ഹാൻസം ബോയെ കുറിച്ചും ഓലോങ്ങിനെ കുറിച്ചും ചോദിക്കും. അതിനവളുടെ അമ്മയാണെങ്കിൽ മറുപടി പറയാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ പെണ്ണ് ബുൽമ അവളുടെ അമ്മയുടെ വാ പൊത്തിപ്പിടിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ജനറൽ വില്ലനെ കാണിക്കും. അവൻ്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഗോക്കുവിന്റെ ഫോട്ടോ കാണിച്ച് നടന്ന സംഭവങ്ങളെല്ലാം ഇപ്പോൾ ജനറലിനോട് വിശദമായിട്ട് പറയും. ഇവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഇവന്റെ കയ്യിൽ നമ്മൾ അന്വേഷിക്കുന്ന 2 ഡ്രാഗൺ ബോൾ ഉണ്ട്. അതിനാൽ ജനറൽ പറയും, എത്രയും വേഗം അവനെ കണ്ടെത്തി ആ ഡ്രാഗൺ ബോൾ നമ്മുടെ കയ്യിൽ കിട്ടണം.
ഉടനെ മറ്റൊരു അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഗോക്കുള്ള ലൊക്കേഷൻ അത് കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവരുടെ ഒരു അസിസ്റ്റന്റ് ലേഡി ഹസ്കിയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ അവൾക്ക് ഓൾറെഡി 1000 സെന്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവൾ വളരെ പവർഫുള്ളും ക്ലവറും ആയിട്ടുള്ള ഒരു പോരാളിയാണ്. തീർച്ചയായിട്ടും ഗോക്കുവിനെയും അവന്റെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോൾസും അവൾ തിരികെ പിടിക്കും. അവൾ ഇത്രയും കാലവും ചെയ്ത ക്രൈമുകളൊന്നും ആർക്കും തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത്രയധികം പ്രൊഫഷണലാണ് അവൾ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ ആ 2 കള്ളന്മാരുടെ താവളത്തിലേക്ക് വരികയാണ്. ആ കള്ളന്മാരാണെങ്കിൽ ആ പെണ്ണിനെ കണ്ട് ഞെട്ടും. ഓ നോ, ഇത് ഞങ്ങളുടെ താവളമാണ്, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നീ എങ്ങനെ അകത്തു വന്നു? അതിനവളാണെങ്കിൽ ഗണ്ണ് അവർക്ക് നേരെ പോയിന്റ് ചെയ്ത് അവരോട് പറയും, ഞാനും നിങ്ങളെപ്പോലെ ഒരു പേര് കേട്ട കള്ളിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കക്കാനല്ല, മറിച്ച് ഒരാളെ കണ്ടുപിടിക്കാനാണ്, ഒരു പയ്യനെ. അവനെക്കുറിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, ആ കാര്യങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവും ബുൽമയും അവളുടെ അമ്മയും അവർ 3 പേരും കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരുപാട് പെൺകുട്ടികൾ അവിടേക്ക് വന്ന് ബഹളം വെക്കുന്നത് ഗോക്കു കാണുക. ഗോക്കു ആണെങ്കിൽ ബുൽമയുടെ അമ്മയോട് കാര്യം തിരക്കും. അതിന് ബുൽമയുടെ അമ്മ ഗോക്കുവിനെ വിളിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് പറയും, ആ ഗേൾസ് എല്ലാവരും ഹാൻസം ബോയിയെ അവനെ കാണാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവൻ കാണാൻ വളരെ സുന്ദരനായതുകൊണ്ട് തന്നെ ഈ ഗേൾസ് എല്ലാം അവന്റെ വലിയ ഫാൻസാണ്. അത് ബുൽമയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ ബുൽമയെ ഇവിടെ നിർത്താത്തത്. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ആ ഗേൾസിനോട് പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ഹാൻസം ബോയ് അവൻ ഇവിടെ ഇല്ല. സോ ദയവ് ചെയ്ത് ബഹളം വെക്കാതെ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകണം. ബുൽമയാണെങ്കിൽ ഫുൾ ടെൻസ്ഡായി അവളുടെ പപ്പയോടും അമ്മയോടും ഫുൾ കലിപ്പടിച്ച് അങ്ങനെ പുറത്തേക്ക് നടന്നു പോവാണ്. അതിനുശേഷം അവൾ ഗോക്കുവായിട്ട് പുറത്തെത്തി അവനോട് പറയും, നിനക്ക് ഞാൻ സിറ്റി മുഴുവൻ ചുറ്റി കാണിച്ചു തരാം, ഇവിടെ കാണാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഫ്ലൈയിങ് നിംബസിനെ അവിടേക്ക് വിളിക്കും. അത് കണ്ട പോലീസ് ആണെങ്കിൽ വണ്ടറടിക്കും. ഇവിടെ ബുൽമ പെണ്ണാണെങ്കിൽ ആ ഡിവൈസിൽ പ്രസ് ചെയ്ത് ഇപ്പൊ അവളുടെ സൈസ് അത് ചെറുതാക്കി മാറ്റും. അതിനുശേഷം അവർ 2 പേരും ആ ഒരു ക്ലൗഡിൽ കയറി അങ്ങനെ പറന്നുയരുകയാണ്. ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ അല്പം നേരം അത്ഭുതത്തോടു കൂടെ ആ കാഴ്ച നോക്കി നിൽക്കും. അതിനുശേഷം പുതുതായിട്ട് റെഡിയാക്കിയ അവന്റെ ബൈക്കിൽ കയറി റൈഡ് ചെയ്യും. അതിന്റെ സ്പീഡ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ അടുത്തുണ്ടായിരുന്ന ഒരു കാറിൽ ഞെട്ടിക്കുകയാണ്. ആ കാറിന് ഉടമസ്ഥയായ ലേഡി ഇപ്പൊ പോലീസിനെ ചീത്ത വിളിക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവും ബുൽമയും അവർ ഫ്ലൈയിങ് നിംബസിൽ കയറി ആ ടൗണിലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണും. ദൂരത്തായിട്ട് വലിയൊരു മോള് ഇപ്പൊ നമ്മുടെ മുൽമ അവൾ ചൂണ്ടിക്കാണിക്കും. ഗോക്കു ആ മോളിന്റെ അകത്തൂടെ നിംബസുമായിട്ട് കടന്നു പോവാണ്. എല്ലാവരും വണ്ടടിച്ച് അവരെ തന്നെ നോക്കും. അതിനുശേഷം ദൂരത്ത് കണ്ട ഒരു ഭംഗിയുള്ള ബിൽഡിംഗ് അവർ ലക്ഷ്യമാക്കി പോകും. അപ്പോഴായിരിക്കും തൊട്ട് താഴെ ഹാൻസം ബോയും ബാക്കിയുള്ള ആളുകളും അവർ ട്രെയിനിങ് എടുക്കുന്നത് കാണുക. ഗോക്കുവാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ അടുത്തേക്ക് പോകും. ഹാൻസം ബോയ്ക്കും പന്നിക്കുട്ടനും നമ്മുടെ ഗോക്കുവിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗോക്കു പറയും, ഞാൻ ബുൽമയെ തേടിയാണ് ഇവിടേക്ക് വന്നത്, എന്റെ ഡിവൈസ് റഡാർ ഡിവൈസ് അത് റെഡിയാക്കാൻ. അപ്പോഴാണ് അവൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ ബുൽമയെ കുറിച്ച് ചോദിക്കും. ഉടനെ ഗോക്കു അവൻ ടീഷർട്ടിന്റെ അകത്തുള്ള ബുൽമയെ നോക്കും. അവള് പറയും, എനിക്ക് അവനെ കാണണ്ട. ഗോക്കു തല താഴ്ത്തി അവൾക്ക് അവനെ കാണണ്ട എന്നുള്ള കാര്യം ഇപ്പൊ ഹാൻസം ബോയോട് പറയാണ്. അവൻ ഒരുപാട് വിഷമത്തിൽ കരയും. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ അവൾക്കിപ്പോൾ എന്നോട് മിണ്ടാനും സംസാരിക്കാനും കാണാനും ഒന്നും താല്പര്യമില്ലാതെ പറഞ്ഞ് അവൻ സാഡായിട്ടിരിക്കും. ആ പന്നിക്കുട്ടനും ക്യാരറ്റും ആണെങ്കിൽ ഇപ്പൊ അവനെ സമാധാനിപ്പിക്കും. അവൾ വളരെ അഹങ്കാരിയാണ്, അവളെപ്പോലെ ഒരു പെൺകുട്ടി ഇല്ലാത്തതാണ് നിനക്ക് നല്ലത്. അത് കേൾക്കുമ്പോൾ ഹാൻസം ബോയും അത് ശരിവെക്കുകയാണ്. അടുത്ത നിമിഷം ഉൽമ അവൾ അവളുടെ സൈസ് നോർമലാക്കി അവിടേക്ക് കടന്നു വരും. അവളെ കാണേണ്ട താമസം ഹാൻസം ബോയും പന്നിക്കുട്ടനും ക്യാരറ്റും അവരെല്ലാവരും ചമ്മി ഐസാവും. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഗോക്കുവായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അവള് ഹാൻസം ബോയോട് പറയും, നീ ചെയ്തത് വളരെ ബാഡായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനില്ലാത്തപ്പോ എന്റെ കുറ്റം പറയുന്നത് അതൊട്ടും ശരിയല്ല. ഹാൻസം ബോയ് ആണെങ്കിൽ അവളുടെ പിന്നാലെ ഓടിപ്പോയി എങ്ങനെയെങ്കിലും അവളുടെ പിണക്കം അത് മാറ്റാൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ വില്ലത്തിപ്പെണ്ണും ആ കള്ളനും അവർ 2 പേരും ഇപ്പൊ ഗോക്കുവിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ഗോക്കുവിനെ തന്നെ നോക്കും. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നും. വില്ലത്തിപ്പെണ്ണാണെങ്കിൽ ഗോക്കുവിനെ നോക്കി, ഓ ഇവൻ വെറും ഒരു പൊടി പയ്യനാണ്, ഞാൻ കരുതിയത് എനിക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമെന്നാണ്, പക്ഷേ ഇത് വളരെ ഈസിയാണ്. ഗോക്കുവിനെ തകർത്ത് ആ ഡ്രാഗൺ ബോൾ അത് ഞാൻ തന്നെ തിരികെ പിടിക്കുമെന്ന് അവൾ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.